ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നതാണ്. സ്വന്തമായി വ്യക്തിത്വം വളർത്തേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണല്ലോ. സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്, സ്വന്തമായി അഭിപ്രായമുള്ളത്, ഇതെല്ലാം ഒരാളുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. മനഃശാസ്ത്രം പറയുന്നത് 3 തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് എന്നാണ്. ഫസ്റ്റത്തത് നോൺ അസേർട്ടീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ലൈഫിൽ നോ പറയാൻ പറ്റാത്ത ആളുകളായിരിക്കും. ഇപ്പൊ എന്നോട് ഒരാൾ ഒരു 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ ചോദിച്ചാൽ എന്റെ കയ്യിൽ ഇല്ല, പക്ഷെ ഞാൻ ഒരിക്കലും നോ പറയില്ല, നോക്കട്ടെ എന്ന് പറയും. നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ആ പറഞ്ഞ വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, കാശ് റെഡി ആയിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറയും, എന്താണ്, ഞാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് പറ്റിയില്ല. സംഭവം എന്തായിരുന്നു? എൻ്റെ കയ്യിൽ ഇല്ല. നോ പറയാൻ പറ്റാത്തത് കൊണ്ട് നോക്കട്ടെ എന്ന ഒരു വാക്കിൽ ഞാൻ അവരെ ഒതുക്കി നിർത്തുകയായിരുന്നു. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ഞാൻ വേദനിച്ചു, കൂടെ ഞാൻ വേറെ ഒരാളെ വേദനിപ്പിക്കുകയും കൂടി ചെയ്തു. രണ്ടാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് അഗ്രസീവ് പേഴ്സണാലിറ്റി. അഗ്രസീവ് പേഴ്സണാലിറ്റിക്ക് എക്സാമ്പിൾ പറയുമ്പോ ഇപ്പൊ എന്താ പറയാ, ദേഷ്യപ്പെടുന്ന ആൾക്കാർ. ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരു 500 രൂപ കടം തരുമോ? അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താ എന്റെ കയ്യിൽ വെക്കാൻ തന്നിട്ടുണ്ടോ? അപ്പൊ ഞാൻ വല്ലാതെ ഷൗട്ട് ചെയ്തിട്ട് അയാളെ വിഷമിപ്പിക്കുകയാണ്. എനിക്ക് സാധാരണ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ അയാളെ ഇൻസൾട്ട് ചെയ്തു, കൂടാതെ വേദനിപ്പിക്കുകയും ചെയ്തു. മൂന്നാമത്തെ പേഴ്സണാലിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ട പേഴ്സണാലിറ്റി, അസേർട്ടീവ് പേഴ്സണാലിറ്റി. നമുക്ക് എല്ലാ കാര്യത്തിലും എന്തുണ്ടാവും? സ്വന്തമായിട്ട് നിലപാടുകൾ ഉണ്ടാവണം. ആ നിലപാടുകൾ ഏത് സാഹചര്യത്തിലും ആരുടെ മുമ്പിലും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റണം. അതാണ് അസേർട്ടീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ആദ്യത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇതിനും ഞാൻ പറയാണ്. എന്നോട് ഒരാൾ പൈസ ചോദിച്ചു, അപ്പൊ ഞാൻ പറയാണ്, എന്റെ കയ്യിൽ പൈസ ഇല്ല, ഇന്ന കാരണം കൊണ്ട് എന്റെ കയ്യിൽ പൈസ തീർന്നു പോയി. അപ്പോൾ കേൾക്കുന്നവർക്ക് ഓക്കെ, പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അവര് പെട്ടെന്ന് തന്നെ വേറെ ഒരാളെ കാണുകയും ആ പൈസക്ക് വേണ്ടിയിട്ടുള്ള വഴികൾ ഓപ്പൺ ചെയ്യുകയും ചെയ്യും. നമുക്ക് അസേർട്ടീവ് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് തന്നെയുണ്ട്. അസേർട്ടീവ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള സ്ക്രിപ്റ്റ്. അതിന്റെ ഫസ്റ്റത്തെ വേർഡ് പറയുന്നത് ഡി ആണ്. ഡി മീൻസ് ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഒരു വിഷയം വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു ഭാഗം വിശദീകരിക്കാനുള്ള ഒരു മനോഭാവം കാണിക്കുക. ഇപ്പൊ എന്നോട് ഒരാൾ പൈസ ചോദിച്ചു, അപ്പൊ ഞാൻ പറയണം, എന്റെ കയ്യിൽ പൈസ ഇല്ല, എന്റെ സാലറി ഇത്രയാണ്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടായിരുന്നു, അത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ചെലവായി പോയി, അതുകൊണ്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല, സോറി. അത് പറഞ്ഞ അവിടുത്തെ പരിപാടി തീർന്നു. സെക്കൻഡ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ദേഷ്യമാണോ അല്ലെങ്കിൽ അവരോടുള്ള ഒരു മനോഭാവം, അത് അവിടെ ഓപ്പൺ ആയിട്ട് കാണിക്കാനുള്ളത്. അല്ലാതെ നമ്മളത് ഹൈഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം വരുന്നത്. പക്ഷെ അത് അവിടെ കൊണ്ട് തീരുകയും ചെയ്തു. പിന്നെ വരുന്നത് മൂന്നാമത്തതും തന്നെയാണ്, എംപതൈസ്. നമ്മൾ അവരുടെ കണ്ണിലൂടെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. അവർ ഇന്ന കാരണം കൊണ്ടാണ് എന്നോട് പൈസ കടം ചോദിച്ചത്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാൻ ഹെൽപ്ലെസ് ആണുള്ളത്. നമ്മൾ അവരുടെ കണ്ണിലൂടെ ആ ഒരു പ്രശ്നത്തിനെ കാണുന്നതിനാണ് എംപതൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റാൻഡ്, നിലപാട് വ്യക്തമാക്കുക. പൈസ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് ഓപ്പൺ ആയിട്ട് പറയാം. സെക്കൻഡ് വരുന്നത് ഏറ്റവും ലാസ്റ്റത്തത് സി മീൻസ് കോൺസിക്വൻസ്. ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ അവരെ നെഗറ്റീവ് ആക്കാതെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തല്ലോ. പിന്നെ എന്താ പറയാ, എന്റെ സാലറിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോൺസിക്വൻസ് മീൻസ് ഇതൊക്കെയാണ്, എന്റെ കയ്യിൽ പൈസ ഇല്ലാതാവാനുള്ള കാരണങ്ങൾ ഇതാണ് എന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. പൈസ ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലുണ്ടാകുന്ന കോൺസിക്വൻസ്, അതെന്തായാലും നമ്മളത് ഏറ്റെടുക്കുക എന്നുള്ളതാണല്ലോ. വ്യക്തിത്വത്തെ കുറിച്ചുള്ള പഠനത്തിന്റെ ഉദ്ഭവം ആളുകൾ അവരുടെ സ്വഭാവ സവിശേഷതകളാൽ വേർതിരിച്ചിരിക്കുന്നു. എന്നാൽ അടിസ്ഥാന ആശയത്തിൽ നിന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഒരാളുടെ ബേസിക് ആണ് അയാളുടെ വ്യക്തിത്വത്തിനെ നിർവചിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒബ്സർവേഷൻ നല്ലതാണ്. ഒബ്സർവേഷൻ മീൻസ് അറിയാലോ, ഇപ്പൊ മഹാത്മാഗാന്ധി, നെഹ്റു, ആൽബർട്ട് ഐൻസ്റ്റീൻ, അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്കറിയാം.
അപ്പോൾ നമുക്ക് നല്ല നല്ല വ്യക്തിത്വങ്ങളായിട്ട് വളർന്നു വരാം. എല്ലാവർക്കും നന്ദി.